അഭിനയ ഗാനത്തിന് ഒന്നാം സമ്മാനം നേടിക്കൊണ്ട് LP വിഭാഗത്തിലെ തോപ്പുംപടി അവർ ലേഡി സ്കൂളിലെ മിൻസ കുട്ടി നമ്മളോടൊപ്പം ചേരുകയാണ്. മിൻസ കുട്ടി, അഭിനന്ദനങ്ങൾ. എന്താണ് അഭിനയ ഗാനത്തിന് നന്നായിട്ട് പെർഫോം ചെയ്തോ? അധികം ആളുകൾ ഉണ്ടായിരുന്നു അഭിനയ ഗാനത്തിന്? എത്ര പേരുണ്ടായിരുന്നു അറിയാമോ? 43 പേരുണ്ടായി. എന്നിട്ട് അതിലെ ഒന്നാം സമ്മാനം ലഭിച്ചപ്പോൾ എന്ത് തോന്നുന്നു? സന്തോഷമായ? അഭിമാനം തോന്നുന്നുണ്ടോ? ആരാണ് ഇതൊക്കെ പഠിപ്പിച്ചു തന്നത് അഭിനയ ഗാനമൊക്കെ? ജീൻ മിസ്സാണ് പഠിപ്പിച്ചത്. എത്ര ദിവസം കൊണ്ട് പഠിപ്പിച്ചു? അറിയില്ല. കുറെ ദിവസം എടുത്തോ? കുറച്ച് ദിവസം എടുത്ത്. ആ ഗാനം ഒന്ന് നമുക്കൊന്ന് ഇവിടെ അവതരിപ്പിക്കാമോ? ഈ ട്രോഫി ഞാൻ പിടിച്ചോട്ടെ? ഓക്കെ, അവിടെ നോക്കിയിട്ട്. നമസ്കാരം കൂട്ടുകാരെ, നിങ്ങൾ ഉത്സവ കാഴ്ചകൾ കണ്ടിട്ടുണ്ടോ? ഞാൻ എൻ്റെ കൂട്ടുകാരി ചിന്നുവിനോടൊപ്പം ഉത്സവ കാഴ്ചകൾ കാണാൻ പോവുകയാ. നിങ്ങളും പോരുന്നോ? ചിന്നു 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 നീ എങ്ങോട്ടാണിത്ര തിരക്കിട്ടോടുന്നു? ചിന്നു ചിന്നു നീ എങ്ങോട്ടാണിത്ര തിരക്കിട്ടോടുന്നു? അങ്ങേ കാവിലെ പൂരം കാണാൻ ഇത്ര തിരക്കിട്ടോടുന്നു? അങ്ങേ കാവിലെ പൂരം കാണാൻ ഇത്ര തിരക്കിട്ടോടുന്നു? പൂരത്തിൻ കാഴ്ചകളെല്ലാം എന്താണെന്ന് പറയാമോ? പൂരത്തിൻ കാഴ്ചകളെല്ലാം എന്താണെന്ന് പറയാമോ? ഞാനും പോരാം നിന്നുടെ കൂടെ പൂരം കാണാൻ കാവിലിൽ. ഞാനും പോരാം നിന്നുടെ കൂടെ പൂരം കാണാൻ കാവിലിൽ. തകർത്ത് അഭിനയഗാനം നടത്തി ഒന്നാം സമ്മാനം കരസ്ഥമാക്കിയ മോൾക്ക് ഇനിയും മറ്റു വേദികളിലേക്കൊക്കെ എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇനിയും നന്നായിട്ട് പഠിക്കണം. ഓക്കെ, കൺഗ്രാറ്റുലേഷൻ. ഇതളിടും കരളിലെ പാട്ടായി തരളമീ പുലരി തന്നടനം സുഗതമീ പിറവി തല്ലയനം ജീവലയമസുലഭ നിമിഷം കാലമൊരു മധുമയ ഹിമകണമായി പൂവിലൊരു തേൻ കിളിയണയുകയായി മെല്ലെ കളി പറയാം നനുനനീ കുളിരിടും തെന്നൽ ഇതളിടും കരളിലെ പാട്ടായി തരളമീ പുലരി തന്നടനം സുഗതമീ പിറവി തല്ലയനം ജീവലയമസുലഭ നിമിഷം കാലമൊരു മധുമയ ഹിമകണമായി പൂവിലൊരു തേൻ കിളിയണയുകയായി മെല്ലെ കളി പറയാം ഗമഗദ പദ ഗമഗദ പദ ഗമദനി സനി സദദ ഗമഗദ ഗമഗരിസ ഗമഗദ പദ ഗമഗദ പദ ഗമദനി സനി സദദ ഗമഗദ ഗമഗരിസ ഗമദനി സദാനി സഗമാ ഗഗ ഗഗ നി 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 മമ മമ സ സ സ സ നി നി സ ദ ദ നി മമ ദ ഗ ഗ മ ഗ മ ഗ രി സ സ സ ദ ദ ദ മ മ മ നി 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 സ നി ദ നി സ ഗ ഗ മ ഗ രി സ ഗ മ ദ നി സ ഗ മ ദ നി സ ഗ മ ദ നി സ. കലോത്സവ വേദിയിൽ ഒരു താരത്തെ കൂടെ പരിചയപ്പെടുത്തുകയാണ്. ഹിന്ദി എലക്യൂഷന് ഒന്നാം സമ്മാനം നേടിയ ശ്രീ ഗുജറാത്തി, കൊച്ചിൻ ഗുജറാത്തി UP സ്കൂളിലെ വിദ്യാർത്ഥി പരിധി കുമാരി നമ്മളോടൊപ്പം ചേരുന്നു. നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ടൈം ചേർന്നപ്പോൾ ഇച്ചിരി പേടി, പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടി. മത്സരത്തിന് എന്തായിരുന്നു വിഷയം? എന്തായിരുന്നു? രാഷ്ട്രപിതാ ഗാന്ധിജി. ഞാൻ തന്നെ ട്രെയിനിങ് ചെയ്ത്, പിന്നെ ടീച്ചേഴ്സ് ഇച്ചിരി ഹെൽപ്പ് ചെയ്ത്. വീട്ടിലെ പാരൻസ് എല്ലാം ഹെൽപ്പ് ചെയ്തോ? യെസ്, സിബ്ലിങ്സ് ഹെൽപ്പ് ചെയ്തു. ആ ഒരു ഹിന്ദി എലക്യൂഷൻ ഒന്ന് പറയാമോ? नमस्कार आदरणीय न्यायाधीश, अध्यापकों और मेरे प्रिय साथियों, आज मैं आप सभी के सामने राष्ट्रपिता गांधी जी पर कुछ शब्द कहने जा रही हूँ. राष्ट्रपिता गांधी जी हमारे प्रिय थे. वो हमारे दिल में अभी भी जीवित है. उनके वजह से ही हम आज इतनी अच्छी स्वतंत्रता वाली ज़िंदगी जी पा रहे हैं. उनके बिना ये ज़िंदगी जीना असंभव था. वो एक बहुत वीर क्रांतिकारी थे जिन्होंने न्याय किया. हम अंग्रेज़ों के खिलाफ युद्ध किए,
बिना शस्त्र उठाए। उन्होंने बहुत सारे हड़ताल भी किए थे, जैसे कि डांडी मार्च। तो मैं अभी और कुछ नहीं कह पाऊँगी, इसलिए अपने शब्द वापस लेती हूँ। धन्यवाद। പരിധി കുമാരിക്ക് ഇനിയും ഉയരങ്ങളിലേക്ക് എത്തുവാനായിട്ട് സാധിക്കട്ടെ എന്ന് മെട്രോ 7 ന്യൂസിന് വേണ്ടിയിട്ട് ആശംസിക്കുകയാണ്. ഓക്കെ, കൺഗ്രാറ്റുലേഷൻ. थैंक यू. हर एक बात पे कहते हो तुम के तू क्या है, हर एक बात पे कहते हो तुम के तू क्या है, तुम ही कहो कि ये अंदाज़ गुफ्तगू क्या है, हर एक बात पे कहते हो तुम के तू क्या है. ഗസൽ പാടി തകർത്ത മട്ടാഞ്ചേരി വിദ്യാഭ്യാസ ഉപജില്ലയിൽ 1ാം സമ്മാനം എ ഗ്രേഡും കരസ്ഥമാക്കിയിരിക്കുകയാണ് ഫാറ്റിമ ഗേൾസ് ഹൈസ്കൂളിലെ അലാന. കൺഗ്രാറ്റുലേഷൻ. നന്നായിട്ട് പാടിയല്ലോ. ഗസലിന് ഇത് ആരാണ് പ്രാക്ടീസ് ഒക്കെ തന്നത്? സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്തേ, പിന്നെ സ്കൂളിലെ സാറും ഒന്ന് നോക്കിയായിരുന്നു. പുറത്തുനിന്ന് ഒരു സാറിനെ വിളിച്ചായിരുന്നു, പുള്ളിക്കാരനെ ഒരു ഇത്തിരി നോക്കിയായിരുന്നു. ഈ ഉറുദു ഗസലൊക്കെ പാടുവാനായിട്ട് പ്രത്യേകം പരിശീലനമൊക്കെ വേണ്ടേ? വേണം, പക്ഷേ ഒന്നും എടുത്തിട്ടില്ല. ഉറുദുവിനോടൊരു താല്പര്യം തോന്നിയത് എന്താ? അത് എനിക്ക് പണ്ട് തൊട്ടേ കേൾക്കാൻ നല്ല രസമാണല്ലോ, അപ്പം അങ്ങനെ ഇഷ്ടമായിരുന്നു. പിന്നെ ചാൻസ് ഒന്നും കിട്ടിയില്ല, ഈ വർഷമാണ് ചാൻസ് കിട്ടിയ. അപ്പം പിന്നെ തുടർന്നും പോകാനായിട്ടുള്ള ഉദ്ദേശമുണ്ടോ ചിലപ്പോൾ ഗസലിന്റെ മേഖലയിലേക്ക്? ആരാണ് ഗസൽ ഗായകരിൽ ഏറ്റവും ഇഷ്ടം? അങ്ങനെയൊന്നുമില്ല, എനിക്ക് കാലിബിനെ ഭയങ്കര ഇഷ്ടം. അദ്ദേഹത്തിന്റെ പാട്ടാണ് ഞാൻ പാടിയത്. ഓക്കെ, അപ്പോൾ അഭിനന്ദനങ്ങൾ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അറബിക് കലോത്സവ വേദിയിൽ നിന്ന് 2 പ്രഗത്ഭരായിട്ടുള്ള വിദ്യാർത്ഥികളാണ് നമ്മളോടൊപ്പം ചേരുന്നത്. എന്തൊക്കെയാണ് നിങ്ങളുടെ പേരെന്തൊക്കെയാണ്? അഹമ്മദ് റാസി. മോന്റെ പേരെന്താണ്? മുഹമ്മദ് അമീർ. എന്തിനാണ് നിങ്ങൾക്ക് സമ്മാനം കിട്ടിയത്? അറബിക് സംഭാഷണം. അറബിക് സംഭാഷണത്തിന്. എങ്ങനെയാ, രണ്ടുപേരും കൂടെ സംഭാഷണം നടത്തിയതാണോ? ഒന്ന് നിങ്ങൾക്ക് ആ ഒരു സംഭാഷണം എന്തായിരുന്നെന്നൊന്ന് ഇവിടെ അവതരിപ്പിക്കാമോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അയ്ന കുൻത യാ സ്വാഹിബി മാ ലഖീനാ ബഅദൽ ഫിറാഖ മിനൽ മദ്രസ. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. كنت في خليج. كيف حالك يا حبيبي؟ الحمد لله أنا في خير وعافية. وأنت يا صديقي؟ الحمد لله أنا في خير وعافية. تقبل الله أعمالنا في خير وعافية. آمين يا رب العالمين. لماذا أنت في هذه المستشفى؟ أدخل ابني لعلاج من مرض السرطان في وحدة العناية المركزة في كلية الطب. آسف لسمائي ذلك يا حبيبي. شفاه الله وعافاه بسرعة. كيف حاله؟ إنه يتحسن قليلا. بدأ بالعلاج الكيميائي الآن عندما يبكي بصوت عال بسبب ألم الحكن والإبر لا يستطيع الوقوف. നിങ്ങൾ ഈ അറബിക്ക് പഠിക്കാനായിട്ടൊക്കെ സഹായിച്ചത് ആരാണ്? നമ്മുടെ മെഹറൂംസും ഷാനാംസും ഷായിനാംസും. മൂന്ന് അറബിക് കൊച്ചിലെ മുതൽ അറബി പഠിക്കാൻ തുടങ്ങിയതാണോ? നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അറബിയിൽ ഇത് നിങ്ങൾ ഇനിയും വളർച്ചയിലേക്ക് വരിക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എങ്ങനെയാണ് നമ്മുടെ ഈ കലോത്സവ വേദിയിലെ ലോ ആൻഡ് ഓർഡർ ഒക്കെ പോകുന്നത്? എങ്ങനെ ലോ ആൻഡ് ഓർഡർ പോണത് നമ്മുടെ സ്കൂളിൻ്റെ SPC, NCC, 2 വിങ്, JRC, ലിറ്റിൽ കൈറ്റ്സ് തുടങ്ങിയവ നമ്മുടെ സ്കൂളിലെ പ്രവർത്തനങ്ങൾക്ക് ഒരുവിധം നല്ല പവറായിട്ടുള്ള ടീം തന്നെയാണ് നമ്മുടെ വർക്ക് കൺട്രോൾ ചെയ്യണത്. കുട്ടികൾ ഫുഡ് കമ്മിറ്റിയിലാണെങ്കിലും ട്രോഫി കമ്മിറ്റി, ഡിസിപ്ലിൻ, എല്ലാ കാര്യങ്ങളിലും നമ്മുടെ കുട്ടികൾ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്ന വണ്ടികൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ 7 സ്റ്റേജ് ഉണ്ട്. 7 സ്റ്റേജിലെ പ്രോഗ്രാം കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ട അവിടെയുള്ള വർക്കും കാര്യങ്ങളും നമ്മുടെ കുട്ടികൾ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഒരു ടീം വർക്കാണ്. സ്കൂളിൻ്റെ പെർഫോമൻസും അവരുടെ പവർ കാണിക്കാനുള്ള ഒരു വേദിയായിട്ട് തന്നെയാണ് അവർ ഇതിനെ കാണുന്നത്. അത് കാരണം കുട്ടികളുടെ ഭാഗത്തുനിന്നും ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്നും നല്ലൊരു സപ്പോർട്ടുണ്ട് സബ് ഡിസ്ട്രിക്ട് കലോത്സവവുമായി ബന്ധപ്പെട്ട്. സാർ, ഈ SPCയുടെ കുട്ടികളും എല്ലാം ഇതിനോട് സഹകരിക്കുമ്പോൾ നിങ്ങളുടെയും കൂടെ പോലീസിൻ്റെ കൂടെ എല്ലാം സഹകരണം ഉണ്ടല്ലോ വേദിയിൽ? തീർച്ചയായും. ഇപ്പോൾ ഇവിടെ ഈ മട്ടാഞ്ചേരി DD ഹൈസ്കൂളിനെ സംബന്ധിച്ച്
ഇവിടുത്തെ ഈ മുഴുവൻ പ്രവർത്തനങ്ങളും ഇവിടുത്തെ കേഡറ്റ്സുകളാണ് ചെയ്യുന്നത്. SPC ഉണ്ട്, അതിനകത്ത് NCC ഉണ്ട്, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഉണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു അവസരത്തിൽ കാണാൻ സാധിക്കുന്നത് വെച്ചാൽ അവർ ഭയങ്കര സന്തോഷത്തോടുകൂടി വളരെ എനർജറ്റിക് ആയിട്ട് എല്ലാ മേഖലകളിലേക്കും നമ്മൾ ആളെ എണ്ണം അനുസരിച്ച് കൊടുത്തിട്ടുണ്ട്. അവർ ആവശ്യപ്പെട്ട അനുസരിച്ചിട്ട് അവർ നല്ല ഭംഗിയായി ഉത്തരവാദിത്തോടു കൂടി ആ ഡ്യൂട്ടി അവർ നിറവേറ്റുന്നുണ്ട്. മട്ടാഞ്ചേരി ഉപജില്ലാ കലോത്സവം നടക്കുന്ന വിദ്യാലയത്തിന് മുൻപിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കി നടത്തുന്ന ഈ SPC, JRC അതുപോലെ തന്നെ NCC കാഡറ്റുകൾ അവരുടെ പ്രവർത്തനങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. പറയൂ, നിങ്ങൾ എന്താണ് ഇവിടെ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്താണ്? നമുക്ക് ഡ്യൂട്ടി 4 ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ചെയ്യുന്ന ഫുഡ് ഡ്യൂട്ടിയാണ്. നമ്മൾ ഫുഡ് ഡ്യൂട്ടിയുടെ ടീമാണ്. നമ്മുടെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഫുഡ് എത്തിക്കുക എന്നാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ജഡ്ജസ്, IT ഡ്യൂട്ടിയിലുള്ളവർ, അങ്ങനെ ഓരോ ഡ്യൂട്ടിയിലുള്ളവരൊക്കെയാണ് നമ്മൾ ഫുഡ് എത്തിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഡ്യൂട്ടി. ഓക്കെ, വേറെ ഏതൊക്കെ ഡ്യൂട്ടീസാണ്, മെയിൻ ആയിട്ടുള്ള ഏതൊക്കെ ഡ്യൂട്ടീസാണ് ഇവിടെ ഉള്ളത്? പ്രോഗ്രാം കമ്മിറ്റിയിലുള്ള ഡ്യൂട്ടി. പ്രോഗ്രാം കമ്മിറ്റി എന്ന് പറയുമ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ അവിടെയൊക്കെ ഡ്യൂട്ടികൾ ഏൽപ്പിക്കണം. കുറച്ച് NCC പിള്ളേരെയൊക്കെ നിർത്തിയിട്ടുണ്ട് 3-3 അപ്പോൾ എല്ലാ വേദികളിലും 3 കുട്ടികളായിട്ട് എത്തിക്കണം. വേറെ ഉണ്ട്, കുറച്ച് പേര് ഉണ്ട്. നിങ്ങൾ ഏതൊക്കെ ഡ്യൂട്ടീസാണ് 3 തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ഏതൊക്കെ ഡ്യൂട്ടീസാണ്? ഒന്ന് ഫുഡ് ഡ്യൂട്ടി, പിന്നെ പ്രോഗ്രാം കമ്മിറ്റിയുടെ, പിന്നെ ഇത് ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ ഗേറ്റിൻ്റെ സ്ഥലത്ത് പാർക്കിംഗ് അങ്ങനത്തെ ഏരിയകളിൽ കൂടുതൽ നോക്കണം. ഓക്കെ, അപ്പോൾ ആ 3 ഡ്യൂട്ടീസിൻ്റെ ഹെഡ് ആരാണ്? നമ്മൾ തന്നെ. ഓരോ ഡ്യൂട്ടിക്ക് ഓരോ ലീഡേഴ്സായിട്ട് ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ തന്നെയാണ് നോക്കണേ. ഫുഡിന് നരസിംഹദേവാണ്, പിന്നെ ഡിസിപ്ലിൻ 2 പേരുണ്ട്, അന്നപൂർണയും കൃഷ്ണവേണിയാണ്, പിന്നെ പ്രോഗ്രാം കൃഷ്ണമനോഹറും അരിജിത്തും. ഓക്കെ, നിങ്ങൾ ഇതിന് സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആരാണ്? ഞങ്ങൾ 2-3 സാറന്മാരുണ്ട്. അതിൽ കേരള പോലീസിൽ ഒരു സാറുണ്ട്, CB സാർ എന്നാണ്. പിന്നെ ഞങ്ങളുടെ NCCയുടെ മുൻ വർഷത്തെ ANO ദിനേശ് സാറ്, ഇപ്പോഴത്തെ ANO അശ്വിനി മിസ്, പിന്നെ SPCയുടെ മിസ്സായ സൗമ്യ മിസ്, പിന്നെ ചിത്ര മിസ്. ഇത്രയും പേരാണ് ഞങ്ങളുടെ കൂടെ ഇപ്പോൾ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നത്. പിന്നെ എല്ലാ സ്കൂൾ ടീച്ചേഴ്സ് എല്ലാവരും ഉണ്ട്. അപ്പോൾ സെക്യൂരിറ്റി ഡ്യൂട്ടി, ഇപ്പോൾ കാർ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. ആര് സെക്യൂരിറ്റി ഡ്യൂട്ടി ചെയ്യുന്നത്? പറയൂ. സെക്യൂരിറ്റി ഡ്യൂട്ടി അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ കാർ പാർക്ക് ചെയ്തിടുന്നത് അവർ നമ്മളെ നിർദ്ദേശത്തിനനുസരിച്ചാണ് പാർക്ക് ചെയ്തിടുന്നത്. പിന്നെ ബൈക്ക് ചിലവർ അലക്ഷ്യമായിട്ട് പാർക്ക് ചെയ്തിടും, അത് നമ്മൾ തന്നെ ശരിയാക്കും. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ആൾക്കാരെ വഴി നിർത്തിയതെന്ന് പ്രത്യേകം ഡ്യൂട്ടിയിൽ ഓർഡർ ഇട്ടിട്ടുണ്ടായിരുന്നു. ചിലവർ കൂട്ടം കൂടി നിൽക്കുക, അവരെ മാറ്റുക, അത്രയും ഡ്യൂട്ടീസ്. ഓക്കെ, നിങ്ങൾ ഇതെല്ലാം എൻജോയ് ചെയ്തിട്ടാണോ ചെയ്യുന്നത്? എൻജോയ്. അതെ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് മിസ്സും സാറൊക്കെയാണ്. ആരായിരുന്നെന്നാണെന്ന് പറഞ്ഞത്? ഇപ്പോൾ NCCയുടെ ANOമാരുണ്ട് 2 പേര്, പിന്നെ SPCയുടെ 2 ടീച്ചേഴ്സ് ഉണ്ട്. അങ്ങനെ എല്ലാവരും ഉണ്ട്, സ്കൂൾ ടീച്ചേഴ്സ് എല്ലാവരും ഉണ്ട്. കറന്റ് നിങ്ങളിപ്പോൾ ഡ്യൂട്ടിയിലല്ലേ? ഓക്കെ. ഇതൊരു കലാവേദിയാണല്ലോ, അപ്പൊ ഇവര് ഡ്യൂട്ടിന്റെ ഇടയിൽ ഇവർക്കും ഓരോ കലകൾ ഉണ്ടാകും. നമുക്കത് ചോദിക്കാം. ആർക്കെങ്കിലും പാട്ട് പാടാൻ അറിയാവോ? അപ്പൊ ഇവിടെ ഉണ്ട് കലാരൂപമുള്ള ഹിമഗിരി ശൃംഗം തുംഗം ഭാരതമാതു മണിമകുടം ഗംഗാ യമുനാ സിന്ധു സരസ്വതി പ്രവഹതി മാതു ഹൃദയതടം പ്രവഹതി മാതു ഹൃദയതടം ഹിമഗിരി ശൃംഗം ഉത്തുംഗം ഭാരതമാതു മണിമകുടം. ഇവരുടെ കലകൾ മാറ്റിവെച്ചിട്ടാണ് ഇവർ ഈ മട്ടാഞ്ചേരി ഉപജില്ലാ മത്സരത്തിന് വേണ്ടി പ്രയത്നിക്കുന്നത്. മട്ടാഞ്ചേരി ഉപജില്ലാ കലോത്സവം നടക്കുന്ന വേദിയിൽ നിന്നും SPC NCC കാഡറ്റുകൾക്കൊപ്പം Metro 7 ന്യൂസിന് വേണ്ടി നന്ദന, ഷിഫാന.